പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 30 തിങ്കൾ. പ്രധാന വാർത്തകൾ. ആശയവിനിമയ വിവരസാങ്കേതിക മേഖലയിൽ കൈകോർത്ത് ഒമാനും ഫലസ്തീനും. ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിലെ അനുഭവങ്ങളും വൈദഗ്ധ്യവും കൈമാറുന്നതിനായി ഇരു രാജ്യങ്ങളും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഫലസ്തീൻ ഭരണകൂടത്തെ പ്രതിനിധീകരിക്കുന്ന ഗതാഗത കമ്മ്യൂണിക്കേഷൻസ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയവും ഒമാൻ ടെലി കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയവുമാണ് ധാരണയിലെത്തിയത്. ആശയവിനിമയം വിവരസാങ്കേതിക രംഗങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കുക എന്നതാണ് ധാരണാപത്രം ലക്ഷ്യം വയ്ക്കുന്നത്. രണ്ട് രാജ്യങ്ങളുടെയും പ്രതിനിധീകരിച്ച് ഉദ്യോഗസ്ഥർ ഒപ്പുവെച്ച ഈ കരാറിന് പിന്നാലെ ആശയവിനിമയ IT മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ തമ്മിൽ വാണിജ്യ പങ്കാളിത്തം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇത് ഇരു രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയിലും കാര്യമായ മാറ്റം കൊണ്ടുവരുമെന്ന് ഒമാൻ ഗതാഗത വാർത്താവിനിമയ ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി ഹമൂദ് അൽ മവാലിയും ഫലസ്തീനിലെ ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഇക്കണോമി മന്ത്രി ഡോക്ടർ അബ്ദുൾ റസാഖ് അൽ നഷ്തയും പറഞ്ഞു. അതേസമയം രാജ്യത്ത് സ്വദേശീവൽക്കരണം നടപ്പിലാക്കുന്നതിൽ കൂടുതൽ സ്വദേശികൾ ജോലി അന്വേഷിക്കുന്ന മേഖലകളിലൊന്നാണ് IT. സ്വദേശീവൽക്കരണം നടപ്പിലാക്കു തുടങ്ങിയതോടെ IT മേഖലയിലെ സ്വദേശികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായതായി മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നു. ബർക്കയിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ എന്ന ആവശ്യം ശക്തമായി BOD ചെയർമാന് ഭീമ ഹർജി സമർപ്പിച്ച് രക്ഷിതാക്കൾ. ബർക്കയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ചിരകാല ആവശ്യമായിരുന്നു ബർക്കയിൽ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ. ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ സ്കൂൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നടപടികൾ ആരംഭിച്ചെങ്കിലും കെട്ടിടം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ നിയമ നടപടികൾ കാരണം സ്കൂൾ എന്ന സ്വപ്നം അനന്തമായി നീണ്ടുപോകുകയായിരുന്നു. സമീപകാലത്ത് വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവവികാസങ്ങൾ ബർക്കയിൽ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ എന്ന സ്വപ്നം എന്നേക്കുമായി ഇല്ലാതാക്കുമോ എന്ന ബർക്കയിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ആശങ്കയാണ് രക്ഷിതാക്കൾ ഇന്ത്യൻ സ്കൂൾ ബോർഡിനെ നിവേദനത്തിലൂടെ അറിയിച്ചത്. നിലവിൽ മഫേല, മുലദ്ദ, സീബ് സ്കൂളുകളെയാണ് ബർക്കയിലെയും പരിസരങ്ങളിലെയും കുട്ടികൾ പഠനത്തിനായി ആശ്രയിക്കുന്നത്. ബർക്കയുടെ പരിസരത്ത് നഖൽ ഉൾപ്പെടെ പല ഉൾപ്രദേശങ്ങളിലും വലിയ തോതിൽ ഇന്ത്യൻ സമൂഹം താമസിച്ചു വരുന്നുണ്ട്. ബർക്കയിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ വന്നാൽ കുടുംബത്തെ നാട്ടിൽ നിന്നും കൊണ്ടുവരാൻ സാധിക്കുമെന്ന നിരവധി ഇന്ത്യക്കാരുടെ കൂടി സ്വപ്നമാണ് സാക്ഷാത്കരിക്കാതെ അനന്തമായി നീളുന്നത്. ബർക്കയിൽ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ വേണമെന്ന ആവശ്യം വീണ്ടും ശക്തിപ്പെടുകയാണ്. ഇതിന്റെ ഭാഗമായാണ് നൂറുകണക്കിന് രക്ഷിതാക്കൾ ഒപ്പിട്ട ഭീമൻ ഹർജി ബോർഡ് ചെയർമാന് സമർപ്പിച്ചത്. രക്ഷിതാക്കളുടെ ആവശ്യം ഗൗരവപരമായി തന്നെ പരിഗണിക്കുന്നതായി ചെയർമാൻ ഡോക്ടർ ശിവകുമാർ മാണിക്യം, വൈസ് ചെയർമാൻ സയ്യിദ് സൽമാൻ എന്നിവർ ഉറപ്പു നൽകിയതായി ബർക്കയിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി രക്ഷിതാക്കൾ സമൂഹത്തിന്റെ പ്രതിനിധികളായ വേണുഗോപാൽ, നവാസ്, ജഹാംഗീർ, അരുൺ, വിപിൻ ദാസ്, പ്രമോദ് എന്നിവർ പറഞ്ഞു. ഒമാൻ വിദേശകാര്യ മന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി ഇറാൻ സന്ദർശിക്കുന്നു. ഒമാനും ഇറാനും തമ്മിലുള്ള പ്രാദേശിക സഹകരണവും നയതന്ത്ര ബന്ധവും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സയ്യിദ് ബദർ ടെഹ്റാൻ സന്ദർശിക്കാൻ ഒരുങ്ങുന്നത്. വ്യാപാരം, ഊർജം, പ്രാദേശിക സുരക്ഷ എന്നിവയുൾപ്പെടെ പരസ്പര താൽപര്യമുള്ള മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ ചർച്ചകൾ നടക്കും. ഗൾഫ് മേഖലയ്ക്കുള്ളിൽ ശക്തമായ ബന്ധം വളർത്തിയെടുക്കുന്നതിലും പ്രാദേശിക വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിലും അജണ്ട ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രസ്താവനയിൽ അറിയിച്ചു. വടക്കൻ ഷർഖിയ ഗവർണറേറ്റിലെ വാദി ബനി ഖാലിദിൽ പൈതൃക ടൂറിസം മന്ത്രാലയം സംഘടിപ്പിച്ച മൗണ്ടൻ ഹൈക്കിംഗ് സമാപിച്ചു. ദ്വിദിന പരിപാടിയിൽ രാജ്യത്തുടനീളമുള്ള വിവിധ ഗവർണറേറ്റുകളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നുമായി 150-ലധികം ആളുകൾ പങ്കെടുത്തു. മൗണ്ടൻ വാക്കിംഗ് പ്രവർത്തനങ്ങളിലെ സുരക്ഷയും മൗണ്ടൻ വാക്കിംഗ് ക്യാമ്പിംഗ് പ്രവർത്തനങ്ങളിൽ പിന്തുടരുന്ന പ്രധാന വശങ്ങൾ പങ്കാളികളെ പരിചയപ്പെടുത്തുക തുടങ്ങിയവയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. വാദി ബനി ഖാലിദിലെ പ്രകൃതിരമണീയമായ തടാകത്തിൽ നിന്നാണ് യാത്ര ആദ്യ ദിനം ആരംഭിച്ചത്. അൽ സഫഹ്, അൽ സഫ, അൽ മസം, ഹൈൽ അൽ നഖ എന്നിവയുൾപ്പെടെ നിരവധി ഗ്രാമങ്ങളിലൂടെ 20 കിലോമീറ്റർ ദൂരം താണ്ടി പർവ്വത ഗ്രാമമായ ഹ്ലൂത്തിൽ ആണ് യാത്ര അവസാനിച്ചത്. രണ്ടാം ദിവസം യാത്ര ഹ്ലൂട്ട് ഗ്രാമത്തിൽ നിന്നാണ് ആരംഭിച്ചത്.
സലാലയിലെ സാമൂഹിക സാംസ്കാരിക ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ചും മലയാളി സമൂഹത്തിൽ സമഗ്ര സംഭാവനകൾ നൽകിയ വ്യക്തികളെ പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ ആദരിക്കുന്നു. സാമൂഹിക സേവനം, വിദ്യാഭ്യാസം, മാധ്യമ പ്രവർത്തനം, ആരോഗ്യം, കായികം, ജീവകാരുണ്യം, സാമൂഹിക മാധ്യമം, സാമൂഹിക പ്രവർത്തനം എന്നീ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരെയാണ് പുരസ്കാരത്തിനായി പരിഗണിച്ചതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാജ്യത്തിനായി 100 അന്താരാഷ്ട്ര മത്സരങ്ങൾ പൂർത്തിയാക്കി ഒമാൻ ദേശീയ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ഹരീബ് ജമീൽ സയ്യിദ് അൽ സഅദി. പരിശീലകരും ടീം ലൈനപ്പും മാറി മാറി വന്നപ്പോഴും ഒമാൻ മധ്യനിരയിൽ എന്നും വിശ്വസ്തനായ പോരാളിയായിരുന്നു ഹരീബ് അൽ സഅദി. 8 വർഷമായി രാജ്യത്തിന് വേണ്ടി അൽ സഅദി ബൂട്ടണിയുന്നു. 100 മത്സരങ്ങൾ പിന്നിടുന്നതിന്റെ ആദരസൂചകമായി 100 ആലേഖനം ചെയ്ത ഒമാൻ ജേഴ്സി താരത്തിന് സമ്മാനിച്ചു. കുവൈത്തിൽ നടക്കുന്ന അറേബ്യൻ ഗൾഫ് കപ്പിന്റെ പരിശീലന വേളയിലാണ് ഒമാൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികൾ താരത്തിന് ജേഴ്സി കൈമാറിയത്. വിവിധ ടൂർണമെന്റുകളിൽ ഒമാൻ വിജയ് കിരീടം ചൂടിയപ്പോൾ ക്യാപ്റ്റനായി ടീമിനെ മുന്നിൽ നയിച്ചത് ഹരീബ് അൽ സഅദിയായിരുന്നു. ഒമാന്റെ വിജയങ്ങളിൽ നിർണായക പങ്കുവഹിക്കുവാൻ താരത്തിന് സാധിച്ചു. ഗോളടിക്കുന്നതിനേക്കാൾ ഗോളടിപ്പിക്കുന്നതിലും പ്രതിരോധം തീർക്കുന്നതിലും താൽപര്യം കാണിച്ചിരുന്ന ഹരീബ് അൽ സഅദിയുടെ പ്രകടനം മുന്നേറ്റ താരങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നതായിരുന്നു. റുസ്താഖ് സ്വദേശിയായ ഹരീബ് അൽ സഅദി തന്റെ 24-ാം വയസ്സിലാണ് ദേശീയ ടീമിനായി ആദ്യം ബൂട്ടണിയുന്നത്. ആഭ്യന്തര മത്സരങ്ങളിൽ പ്രതിരോധ മധ്യനിര താരമായുള്ള മികച്ച പ്രകടനം താരത്തിന് ടീമിൽ അരങ്ങേറ്റം സാധ്യമാക്കി. അൽ നഹ്ദയ്ക്കായാണ് കാനു ഇപ്പോൾ ക്ലബ്ബ് ഫുട്ബോളിൽ കളിക്കുന്നത്. നേരത്തെ സുവൈഖ്, ദോഫാർ, സഹം എന്നീ ആഭ്യന്തര ക്ലബ്ബുകൾക്കും ഖത്തർ, UAE എന്നിവിടങ്ങളിലെ ക്ലബ്ബുകൾക്കുമായി താരം ബൂട്ടണിഞ്ഞിട്ടുണ്ട്. ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ സ്ഥാനാരോഹണ ദിനത്തോടനുബന്ധിച്ച് പ്രമോഷനുകളും ഡിസ്കൗണ്ടുകളും ഒരുക്കാൻ വാണിജ്യ സ്ഥാപനങ്ങളെ ക്ഷണിച്ച് വാണിജ്യ, വ്യവസായ, നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം. ഇത് 2ാം തവണയാണ് സുൽത്താന്റെ സ്ഥാനാരോഹണ ദിനത്തോടനുബന്ധിച്ച് പ്രമോഷനുകളും ഡിസ്കൗണ്ടുകളും ഒരുക്കുന്നത്. ഒമാന്റെ പുതിയ നവോത്ഥാനം എന്ന പേരിലാണ് ജനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ 1 മാസം നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിൻ ആചരിക്കുന്നത്. ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം, ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പയിൻ ഒരുക്കുന്നത്. ഉപഭോക്താക്കൾക്ക് 1 മാസക്കാലം കുറഞ്ഞ നിരക്കിൽ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കാൻ ക്യാമ്പയിൻ സഹായകരമാകും. മന്ത്രാലയത്തിന്റെ ആഹ്വാനത്തിൽ നടക്കുന്ന ക്യാമ്പയിൻ നിരവധി വാണിജ്യ സ്ഥാപനങ്ങൾ പങ്കാളികളാകും. വ്യത്യസ്ത പ്രമോഷനുകളും നിരക്കിളവുകളും ഇതിന്റെ ഭാഗമായി ഒരുങ്ങും. കഴിഞ്ഞ വർഷം വിവിധ വാണിജ്യ സ്ഥാപനങ്ങൾ ക്യാമ്പയിന്റെ ഭാഗമായിരുന്നു. മന്ത്രാലയം അനുമതിയോടെയാണ് വാണിജ്യ കേന്ദ്രങ്ങൾ ക്യാമ്പയിൻ പ്രഖ്യാപിക്കുക. ക്യാമ്പയിന്റെ ഭാഗമായി ഉദ്ദേശിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വാണിജ്യ, വ്യവസായ, നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം വഴി അപേക്ഷ സമർപ്പിക്കാം. ഓഫറുകൾ മന്ത്രാലയം പരിശോധിക്കും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.